ലാലേട്ടനും കരഞ്ഞുപോയി. 5 ജീവനുകളിൽ അലിഞ്ഞുചേർന്ന് 10 മാസക്കാരി ആലിൻ. വേദനയുടെ കടലിലും ലോകത്തിന് കാരുണ്യത്തിന്റെ ഉദാത്തമായ മാതൃക കാട്ടി അരുണും ഷെറിനും. 10 മാസം മാത്രം പ്രായമുള്ള തങ്ങളുടെ പ്രിയപുത്രി ആലിൻ ഷെറിൻ എബ്രഹാമിനെ 5 പേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി മാറ്റിയിരിക്കുകയാണ് ഈ മാതാപിതാക്കൾ. ആലിൻ മോളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള മാതാപിതാക്കളുടെ നിസ്വാർത്ഥമായ തീരുമാനത്തെ പ്രകീർത്തിച്ച് സൂപ്പർ താരം മോഹൻലാൽ പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഈ ലോകം മനോഹരമായി നിലനിൽക്കുന്നത് ഇതുപോലെയുള്ള നിസ്വാർത്ഥ സ്നേഹങ്ങളുടെ നിറവെളിച്ചം കൊണ്ടാണ് എന്ന് മോഹൻലാൽ തന്റെ പോസ്റ്റിൽ കുറിച്ചു. സഹജീവികളായ ചില കുരുന്നുകൾക്ക് പുനർജന്മത്തിന്റെ പ്രതീക്ഷകൾ നൽകി വിടവാങ്ങിയ ആലിൻ ഇനി പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ മാത്രമല്ല കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താനും കണ്ണു തുടച്ചുവെന്ന് തന്നെയാണ് ഈ വരികളിലൂടെ മോഹൻലാൽ പറയുന്നത്. അത്രയും ഹൃദയത്തിൽ തൊടുന്നതാണ് വാക്കുകൾ. തന്റെ സഹജീവികളായ ചില കുരുന്നു ജീവനുകൾക്ക് പുനർജന്മത്തിന്റെ പ്രതീക്ഷകൾ നൽകിയാണ് ആലിൻ ഷെറിൻ എന്ന കുഞ്ഞു മാലാക ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആലിൻ മോളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനമെടുത്ത മാതാപിതാക്കളായ അരുണും ഷെറിനും മനുഷ്യസ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ ലോകം മനോഹരമായി നിലനിൽക്കുന്നത് തന്നെ ഇതുപോലെയുള്ള നിസ്വാർത്ഥ സ്നേഹങ്ങളുടെ നിറവെളിച്ചം കൊണ്ടാണ്. ആലിൻ ഇനിയും ജീവിക്കും. അവളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ മാത്രമല്ല കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കൂടിയും. ഇതാണ് ലാലിന്റെ വാക്കുകൾ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവെന്ന് സങ്കടകരവും എന്നാൽ അഭിമാനകരവുമായ നേട്ടവുമായാണ് ആലിൻ മടങ്ങിയത്. കുഞ്ഞിന്റെ കരൾ, 2 വൃക്കകൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് മാതാപിതാക്കൾ ദാനം ചെയ്തത്. ഇതിൽ കരൾ സ്വീകരിക്കുന്നത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 6 മാസം പ്രായമുള്ള കുഞ്ഞാണ്. സംസ്ഥാനത്തെ മരണാന്തര അവയവദാനത്തിലൂടെ കരൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായി ഈ 6 മാസക്കാരൻ മാറി. ഫെബ്രുവരി 5-ന് MC റോഡിൽ പള്ളം ബോർമ കവലയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടമാണ് ആലിന്റെ ജീവൻ കവർന്നത്. മല്ലപ്പള്ളി സ്വദേശികളായ അരുണും കുടുംബവും സഞ്ചരിച്ച കാറിലേക്ക് എതിർദിശയിൽ വന്ന കാർ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും സാരമായ പരിക്കുകൾ പറ്റുകയും ചെയ്തു. കൊച്ചി അമൃതാശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഫെബ്രുവരി 13-നാണ് ആലിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തുടർന്ന് തങ്ങളുടെ മകൾ മറ്റുള്ളവരിലൂടെ ജീവിക്കട്ടെ എന്ന ഉറച്ച തീരുമാനം മാതാപിതാക്കൾ എടുക്കുകയായിരുന്നു. കേസ് ഓട്ടോയുടെ ഏകോപനത്തിൽ പോലീസിന്റെ സഹായത്തോടെ ഗ്രീൻ ചാനൽ ഒരുക്കിയാണ് അവയവങ്ങൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ എത്തിച്ചത്. നീറുന്ന വേദനയ്ക്കിടയിലും മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്താൻ തീരുമാനിച്ച അരുണിനെയും ഷെറിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജും അഭിനന്ദിച്ചു.